അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ മുസൂരിയിലെ ഒരു ടിബറ്റിയൻ ഒരു മല കണ്ടിട്ട് വരികയാണ്. ഹാപ്പി വാലി എന്ന് പറഞ്ഞ സ്ഥലം നമ്മളെ മനുഷ്യരുടെ കൊണ്ടേ കാണിച്ചു തന്നു. അപ്പോൾ ഇപ്പോൾ സമയം 3 മണിയായി. നമുക്ക് ഒരു സ്ഥലം കൂടെ നമ്മൾ എല്ലാവരും പറയുന്ന വിന്റർലൈൻ, മുസൂരിൽ വന്ന വിന്റർലൈൻ കാണാൻ നമുക്ക് വേൾഡിൽ തന്നെ സ്വിറ്റ്സർലാൻഡിലും ഇവിടെ അല്ലേ മുസൂരിയിലും മാത്രം കാണാൻ പറ്റുന്നതാണ് വിന്റർലൈന്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനുഷ്യരുടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം കേട്ടോ. അറിയാലോ അല്ലേ അതിന്റെ? അതൊക്കെ നമുക്ക് അവിടുന്ന് ലൈവായിട്ട് കാണാം. അതിന്റെ വീഡിയോ ഉണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ അങ്ങോട്ടാ പോകുന്നത് കറക്റ്റ്. ഇപ്പൊ നമ്മൾ പോകുന്നത് ക്ലൗഡ് എൻഡ് എന്ന് പറയും. ക്ലൗഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അങ്ങോട്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് മസൂരി തന്നെയാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ നമ്മൾ പോകണം മലയിലൂടെ. അപ്പം ക്ലൗഡ് എൻഡ്സിലെത്തും. വണ്ടി പോവാം അവിടെ വരെ. നമുക്ക് അങ്ങ് വരെ നമുക്ക് വണ്ടി പോകും. ഇവിടെ പറഞ്ഞ പോലെ മുസൂരിൽ ഒരുപാട് ഹിൽ സ്റ്റേഷനുകളുണ്ട്. അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ഈ വിന്റർലൈൻ കാണാം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ നമ്മളൊരു വിന്റർലൈൻ നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട് ഇൻസ്റ്റയിൽ, IGTVയിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും അന്നേ ഞാൻ പറഞ്ഞു നമ്മളെന്തായാലും മുസൂരിൽ വന്നിട്ട് വിന്റർലൈൻ്റെ ഒരു വീഡിയോ ഒരു എപ്പിസോഡ് ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ മനുഷ്യടൊപ്പം തന്നെ ആക്കി. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നാനോ അതിന്റെ ഗുണം കണ്ടോ, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഇട്ട് തിരിച്ചോണ്ട് പോവാം. അതാണ് നാനോയുടെ പ്രത്യേകത. വളരെ വീതി കുറഞ്ഞ വഴിയാ, പക്ഷെ നമ്മൾ വളരെ കൂളായിട്ട് കയറി പോകുന്നുണ്ടോ. ഏത് ഗ്യാപ്പിലൂടെ വേണേലും എടുക്കാം. അതെ, നമ്മുടെ ടാറ്റക്കാരെല്ലാം കാണുന്നുണ്ടോ, വമ്പൻ പ്രമോഷൻ ആട്ടോ. ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല, നമുക്ക് നാനോ മതി. നാനോ മതി. മുമ്പ് വമ്പൻ ട്രിപ്പുകളൊക്കെ പ്ലാനിങ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോന്റെ ലിങ്ക്, മൂപ്പറ ചാനലിന്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കയറി നോക്കിയാൽ മതി. മൂപ്പര് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, സ്ഥിരം കാണുന്നവർക്കറിയാം. അപ്പോൾ എന്തായാലും മൂപ്പര് വലിയ നേപ്പാളും അതുപോലെ തന്നെ ഭൂട്ടാനൊക്കെ പ്ലാനുള്ള ആളാണ്. അപ്പോൾ എന്തായാലും അധികം വൈകാണ്ട് മൂപ്പര് അതൊക്കെ കവർ ചെയ്യും. അതിൻ്റെയൊക്കെ വീഡിയോ വരും എന്തായാലും. ഇവിടെയും പൈസ വാങ്ങുന്നുണ്ടോ? कहाँ के लिए? कंपनी बात तो नहीं है, हम क्लाउड एंड जा रहे हैं। आगे से കിട്ടോ? ഇവിടെ പൈസ വാങ്ങുന്നുള്ളൂ. അതെന്താ കമ്പനി ഗാർഡൻ എന്താ സംഭവം? കമ്പനി ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആട്ടോ. അങ്ങോട്ട് പോകുന്നതിന് വണ്ടി പൈസ വാങ്ങും അല്ലേ? അങ്ങോട്ട് പോകുന്നതിന് പൈസ മേടിക്കും. 50 രൂപ. 50 രൂപ. അവിടെ വണ്ടി പാർക്കിങ്ങിന് വേണ്ടിയാ. നമുക്ക് അവിടെ ഉണ്ടല്ലോ ഇതിന്റെ പാർക്കിങ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാ. ഇവിടുന്ന് ഇത് എടുത്തിട്ട് പോകണം. അവിടെ പാർക്കിങ്ങിന് സ്പേസേ കുറവാ. അതുകൊണ്ട് നമ്മള് ഇവിടെ എവിടെയൊക്കെ നമ്മൾ പാർക്ക് ചെയ്യണം. പിന്നെ കോവിഡ് ഒക്കെ ആയിട്ട് ഇപ്പം ഒത്തിരി ടൂറിസ്റ്റുകൾ വരുന്ന കുറവാണല്ലോ. കുറവാണ്. അപ്പൊ ഇങ്ങോട്ടൊക്കെ വന്നാലേ കോവിഡ് ഒക്കെ നമ്മളും മറന്നു പോകും കേട്ടോ. ആരും അങ്ങനെ അധികം മാസ്ക് ഒന്നും. അതെ തന്നെ, പലരും എന്നോടും ചോദിക്കുന്നത്. ഞാനൊന്നും മാസ്ക് വെച്ചിട്ടേ കാണലില്ല. സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്യുന്ന കാലം മറന്നു. ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ ഒന്നും കൊറോണയെ പറ്റി ആരും കെയർ ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ കെയർ നമ്മൾ അധികം ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുന്നില്ലല്ലോ. അതാണ്. നമ്മളിപ്പോ പുറത്തെ ആൾക്കാരെ കാണുന്ന നമ്മൾ ഒത്തിരി ദൂരെ നിന്നാണ് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്ര ഒരു കൊറോണ വ്യാപനം ഇവിടെ ഇല്ല. അല്ല, ഞാനൊന്നും അങ്ങനെ ആരോടും വേറെ ആരോടും സംസാരിക്കാനോ അങ്ങനെ ഒരു ഇതിനു വേണ്ടിട്ട് ആരുടെ അടുത്ത് പോകുന്നില്ല. ഇതല്ലേ കമ്പനി ഗാർഡൻ? കമ്പനി ഗാർഡൻ മസൂരി. ഇവിടെ എന്താ ഉള്ള പാർക്കല്ലേ? ഇവിടെ പാർക്കാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സ്ഥലമായിരിക്കും. അതെ, ഫാമിലി ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ടൊക്കെ നല്ല പൂന്തോട്ടൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും ഓഫ് റോഡിലേക്ക്. അങ്ങനെ നാനോ ആയിട്ട് നമ്മൾ ഓഫ് റോഡിൽ പോന്നിരിക്കുകയാണ്. എവിടെ പോയാലും നമുക്കൊരു ഓഫ് റോഡും ഒരു സ്നോയൊക്കെ കിട്ടേണ്ടതാണ്. എന്തായാലും സ്നോ കിട്ടുന്നില്ല. അതെ അതെ, സ്നോ നമുക്ക് ഇവിടെയെങ്കിലും വരില്ലല്ലോ. അല്ല, ദൂരെ കാണാം സ്നോ കിടക്കുന്നത്. അല്ല, മസൂരിയില് സ്നോഫോള് വീഴുമെന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ്? മസൂരി സ്നോഫോള് വീഴും. മസൂരിയിൽ നമ്മൾ ധനോൾട്ടി പോകുന്ന വഴിക്കാ. അത് പക്ഷെ വീഴുന്നത് ജനുവരി മാസത്തിലൊക്കെയാ. ജനുവരി 7-ാം തീയതി. ഇപ്പൊ മൊത്തം ഫോറസ്റ്റിനകത്തൂടെ ആയിട്ടോ. നല്ല കയറ്റമാണ് മേലേക്ക്. അതുപോലെ ഇവിടെ രാവിലെ 9 മണി തൊട്ട് സൺസെറ്റ് വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്. ക്ലൗഡ് എഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പ്രൈവറ്റ് ഫോറസ്റ്റ് ആണോ അതോ? പ്രൈവറ്റ് ഫോറസ്റ്റ് ഉണ്ട് മുകളില്. പ്രൈവറ്റ് ഫോറസ്റ്റ് ആണ്, അല്ലാണ്ട് മറ്റേ ഫോറസ്റ്റ് ഉണ്ടോ? രണ്ടും. നമുക്ക് ക്യാമ്പ് ഒക്കെ ചെയ്യാലോ ഇവിടെ. ക്യാമ്പ് ചെയ്യാം. 800 രൂപയ്ക്കൊക്കെ ക്യാമ്പിങ്ങിനുള്ള തരുന്ന എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കട്ടെ, സ്ഥലമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാലോ. എന്തായാലും അവിടെ പോയി. ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? ഇനിയിപ്പോ ഇവിടെ അധികം ദൂരമില്ല, 7 മിനിറ്റേ ഉള്ളൂ. പ്രത്യേകം പറയേണ്ട കാര്യം ഇവിടെ പുലിയൊക്കെ ഉള്ള കേട്ടോ. ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും പുലി ഉണ്ടെന്നാണ് പറയല്. എല്ലാ ഫോറസ്റ്റിലും ഇവിടെ പുലിയുണ്ട്. അല്ല, ഇവിടെ നമ്മുടെ എനിക്കറിയാവുന്ന പരിചയക്കാരൊക്കെ പട്ടിയൊക്കെ ഉണ്ടല്ലോ, പിടിച്ചോണ്ടൊക്കെ പോയിട്ടുണ്ട്. പട്ടി ആടിനെയൊക്കെ പുലി വന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ടായിരിക്കും രാത്രിയിൽ ഇങ്ങോട്ട്
അത്ര ഇങ്ങോട്ട് സൺസെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എൻട്രി ഇല്ല കേട്ടോ. ഈ ക്ലൗഡ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാം കേട്ടോ. നമുക്ക് വണ്ടി കൊണ്ട് ഇങ്ങനെ കുറേ വരുമ്പോൾ കുറേ വ്യൂ പോയിന്റ് കരൽക്കുന്നുണ്ടല്ലോ. അപ്പുറത്ത് മലയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മലേൻ്റെ ഒരു സൈഡിലാണ്. അപ്പോൾ നമ്മളിവിടെ വണ്ടി സൈഡാക്കി ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അത് ഒരു ടൂറിസം പോലെ ഇവർ തുടങ്ങിയേക്കുന്നതാണ്. ഇവിടെ ക്ലൗഡ് എൻഡ് ഫോറസ്റ്റ് റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് റിസോർട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി ഉണ്ട്, 150 രൂപയാണ് ടിക്കറ്റിന്. അതുപോലെ ഷൂട്ടിങ്ങിനൊക്കെ 50,000 രൂപയാണ്, വെഡ്ഡിങ് ഷൂട്ടിങ്ങിന് 3000 രൂപ, നമുക്ക് 150 രൂപയാണ്. അതുപോലെ ഇവിടെ എല്ലാം ട്രസ്പാസിങ് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപ ഫൈനാട്ടോ. ഫൈനും 18% GST ഉണ്ട്. ഇത് മലേൻ്റെ മുകളിലുള്ളൊരു സ്ഥലം. ഇവിടെ ഈ ക്ലൗഡ് എൻഡ് എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം ഇതിൻ്റെ മുകളിൽ നോക്കി എന്തോ ക്ലൗഡ്സ് കാണാൻ പറ്റുന്നു, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അത് നമുക്ക് മനീഷേട്ടൻ പറഞ്ഞു തരും കറക്റ്റ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസണല്ല, അതിന് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്താണ് വരേണ്ടത്. അപ്പോൾ നമുക്കിപ്പോൾ വെറുതെ വന്ന് ഇവിടുത്തെ എക്കോ പോയിൻ്റ് ഉണ്ട്, വ്യൂ പോയിൻ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഫോട്ടോ ഗാലറി ഉണ്ട്, ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് കയറിയതാട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് കാണാം, അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഇനി ഈ വഴിക്കൊന്നും നമ്മളെന്തായാലും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ ഗാലറി ലെഫ്റ്റും അതുപോലെ തന്നെ എക്കോ പോയിൻറ്റും വ്യൂ പോയിൻറ്റും അങ്ങോട്ടാന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം ഈ ഫോട്ടോ ഗാലറി ഒന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലാണുള്ളത്. ഇവിടെ എല്ലാം CCTV ഉണ്ട് കേട്ടോ. ഇവിടെ പഴയ ഫോട്ടോസൊക്കെ കാണാം. ഇതൊക്കെ എന്താ സംഭവം എന്ന് ഇവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞു തരേണ്ടി വരും. ഹാപ്പി വാലീൻ്റെയൊക്കെ പഴയ ഫോട്ടോ കാണാം കേട്ടോ. അങ്ങനെ ഒരുപാടുണ്ട്. പണ്ടത്തെ ഫോട്ടോസാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ലൈബ്രറി ഉണ്ടോ, മുസൂരിയിലെ ലൈബ്രറി, പഴയ ലൈബ്രറി, ഇപ്പോൾ ഉള്ള പോലെ അല്ല കേട്ടോ, 1890-ലെങ്ങാണ്ടുള്ളതാണ്. അതുപോലെ മുസൂരിലെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അങ്ങനെയുള്ള മുസൂരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മൊത്തം ഇവിടെ ഉള്ളത്. ഞാൻ കരുതി ഇവിടുത്തെ എന്തെങ്കിലും കാര്യമായിരിക്കുന്നു, പക്ഷേ ഇത് മുസൂരിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഈ പഴയ മുസൂരിൻ്റെ ലാൻഡർ ബസാർ, അങ്ങനെയൊക്കെ ഒരുപാട് പഴയ ഫോട്ടോസാണ്. ഇതേ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള കെംപ്റ്റി ഫാൾസിൻ്റെ പണ്ടത്തെ ഒരു ഫോട്ടോയാണ് കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫോട്ടോയാണ് കെംപ്റ്റി ഫാൾസിൻ്റെ. അതുപോലെ ഇവിടെ മുസൂരിലുള്ള മറ്റൊരു സ്ഥലമാണ് ഡൂൺ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു ഡൂൺ വാലിയോ അങ്ങനെ എന്തോ ഒരു മലയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് മല ഹിൽസ് ഉണ്ട്, അതിലൊരു സ്ഥലമാണ്. ഇതും അവിടുത്തെ പഴയ ഫോട്ടോയാണ്. ഇത് ആൾക്കാരെ പിള്ളേരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ജസ്റ്റ് എന്താ പറയുക, ചെറിയൊരു മ്യൂസിയം പോലുള്ള പരിപാടി. ഞാൻ എക്കോ പോയിൻ്റ് ആണോ വ്യൂ പോയിൻ്റ് ആണോ അറിയില്ല, ഇങ്ങോട്ട് പോവുകയാണ്. ആൾക്കാരൊക്കെ കുറവാണ്, ഇത് പ്രൈവറ്റ് സ്ഥലമല്ലേ. ഇതുണ്ടോ, ഇവിടെയൊക്കെ ദേവദാരു മരങ്ങളൊക്കെ നിൽക്കുന്ന കാണാം. നമ്മളങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റിലേക്കാട്ടോ എത്തുന്നത്. കിടിലൻ വ്യൂ ആണ്. ഈ പറഞ്ഞ പോലെ ഇവിടെ ക്ലൗഡ്സ് കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഓഗസ്റ്റിലേക്കാണ് ഇവിടെ വരേണ്ടത്. ഇത് കണ്ടോ, സ്ഥലം നോക്കി, കിണ്ണം കാച്ചി സ്ഥലം കേട്ടോ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലുള്ള വ്യൂ പോയിൻ്റാണ് പ്രധാനം. കണ്ടില്ലേ, അവിടെയൊക്കെ എന്തുമാത്രം ഹൈറ്റിലാണ് നമ്മളുള്ളതെന്ന്. അതുപോലെ അവിടെയൊക്കെ ചെറിയ വില്ലേജൊക്കെ കാണാം. അങ്ങ് ഉള്ളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് കപ്പിൾസൊക്കെയാണ് വരൽ. ഞാൻ എന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുപോലെ ഇവിടെ മൊത്തം ദേവദാരുമരങ്ങൾ നിൽക്കുന്ന കാണാം. നമുക്കിതിലേ നടന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അടിപൊളി സ്ഥലം കേട്ടോ. ആ ഒരു കളറ്, സ്കൈൻ്റെ ഒരു കളറും സണ്ണും. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ സൺസെറ്റ് കാണണം, അതാണ് അടിപൊളി. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ദിവസം ക്യാമ്പ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. താഴേക്ക് നല്ല കുഴിയാട്ടോ. താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണൂല, ഇവിടെ ഫുള്ളും നിഴലാണ്. താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്ന്. അതുപോലെ എക്കോ പോയിൻ്റ് അതിൻ്റെ മുകളിൽ എവിടെയോ ആണ്, കണ്ടില്ലേ, പൊളി. ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മിസ്റ്റ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് നമ്മൾ സൺസെറ്റ് കാണാം. ഇവിടുന്ന് നമുക്ക് കറക്റ്റ് വിൻ്റർലൈൻ അവിടെ കാണാൻ പറ്റും. സൺസെറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ സൺസെറ്റ് കാണുമ്പോൾ ഓട്ടോമാറ്റിക് വിൻ്റർലൈനും കണ്ടോളും. അങ്ങനെയാണ്, എല്ലാവർക്കും വിൻ്റർലൈനാണ് കാണേണ്ടത്. എന്തായാലും നമുക്ക് നോക്കാം. മനീഷേട്ടൻ അവിടെ ഫോട്ടോ ഗാലറീൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പുള്ളിക്കാരൻ വരട്ടെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞ സമയം, 5 മണിക്ക് ലൈവ് പോകണം. ഇവിടെ നെറ്റ്വർക്കും ഇല്ല.
എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടുന്ന് ഒന്നെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഇതിപ്പോൾ നമ്മൾ പ്രൈവറ്റ് പ്രോപ്പർട്ടിനകത്താണ്. നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് സൈഡിലും ഇതുപോലുള്ള വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ കയറി നിൽക്കാൻ പറ്റും. എന്തായാലും സംഭവം നൈസാട്ടോ സ്ഥലം. ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ 30 രൂപയുടെ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമ്മളിവിടുന്ന് പോകും കേട്ടോ. ഇവിടുന്ന് പോയിട്ട് നമ്മൾ റേഞ്ചുള്ള എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ഒരു കട്ടനൊക്കെ ഇട്ടടിക്കാൻ പ്ലാൻ ഉണ്ട്. വണ്ടിയിൽ ഫുള്ള് സെറ്റാക്കി. ഗ്യാസ് സ്റ്റോവും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണല്ലോ. അപ്പോൾ നമുക്ക് അതിനുള്ള പ്ലാനൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ. എക്കോ പോയിന്റ് കാണാൻ ഞാൻ തിരിച്ച് കയറി വന്ന് വഴി തെറ്റി ഞാൻ ഇവിടെ തന്നെ വന്നിട്ടോ. എന്തായാലും ഇവിടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് എക്കോ പോയിന്റ്. കാരണം ഇത് കണ്ടില്ലേ, അപ്പുറത്തൊരു മല, ഇവിടെ ഒരു മലയാണ്. ഇവിടുന്ന് കൂക്കിയാൽ എന്തായാലും എക്കോ അടിക്കുമായിരിക്കും. എന്തായാലും ഞാൻ കൂക്കുന്നൊന്നുമില്ല. മനുഷ്യടൻ ഇതുവരെ ഫോട്ടോ ഉണ്ട് കഴിഞ്ഞില്ല. ഈ മൂപ്പര് താഴെ പോയിട്ട് അപ്പോൾ വരാനാ. ഓയ് അവസാനിപ്പിക്കേ. മുസൂരി അല്ലേ? എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതായത് പഴയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആയിട്ട് നല്ല ഉയരത്തിലൊരു മല കാണാം കേട്ടോ. അതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട്, പള്ളിയാണോ എന്നറിയത്തില്ല. അതുപോലെ അങ്ങോട്ട് നോക്കി കാണുന്നുണ്ടോ, അതൊക്കെ സ്നോ വീണ മലയാട്ടോ. പൊളി. സൺസെറ്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ് റെഡ് കളർ കൊണ്ട് അടിക്കുമ്പോൾ അവിടെ ഫുള്ള് ചുമന്ന കളറാവും ഈ സ്നോ ഉള്ള മല. അടിപൊളി കാഴ്ചയാണത്. അപ്പോൾ നമ്മൾ കയറി വന്ന സ്ഥലത്ത് തന്നെ കേട്ടോ ഇവിടെ മ്യൂസിയം കാണാം. പക്ഷെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. പുറത്ത് ഗ്ലാസ്സിൽ കൂടെ കാണാനേ പറ്റത്തുള്ളൂ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൈലി കീപ് ത്രൂ ഗ്ലാസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അകത്തോട്ട് കയറ്റത്തില്ല. ഇങ്ങനെ പുറത്ത് നിന്ന് കാണാനേ പറ്റുള്ളൂ. കണ്ടല്ലേ, ഇത് പഴയ ഇവിടുത്തെ തരത്തിലുള്ള കട്ടിലും ചെയറും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊന്നും ഒരു സുഖമല്ല. ഇപ്പുറത്ത് എന്താ ഉള്ളത് നോക്കാം. ഇപ്പുറത്ത് കുറച്ചുകൂടെ പഴയ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഓ ദേ ഓരോ സാധനങ്ങൾ കണ്ടോ, എന്തൊക്കെയാണത്. ടെലസ്കോപ്പ് ഒക്കെ ഉണ്ട്. ലണ്ടൻ 1917 സാധനം കേട്ടോ. ഇത് കിട്ടിയതിനെ കൊള്ളായിരുന്നു. അതേ കത്തി, ചെരുപ്പ് കണ്ടോ, അങ്ങനെ ഒരുപാട്. പിന്നുള്ള എൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. അയൺ മെൻ്റൽ ക്ലോക്ക് എന്താണാവോ അത്. അതുപോലെ ഉള്ളിലൊരു സാധനം കണ്ടോ, അത് കണ്ടോ, കടുവേൻ്റെ തോല്. പൊളി. ഒറിജിനലാണോ ആവോ, തോല് ഒറിജിനലായിരിക്കും. അതിൻ്റെ തലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനും പഴയ വല്ല കൊട്ടാരമായിരുന്നോ എന്നൊന്നും അറിയില്ല കേട്ടോ. സാധനങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അവിടെ ഒരു ഇവിടുത്തെ ഡൈനിങ് റൂം ആയിരുന്നു തോന്നുന്നുണ്ട്. കണ്ടോ, പേപ്പർ തിൻ വൈൻ ഗ്ലാസ്. പക്ഷെ വൈനില്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. മെയിനായിട്ട് പിള്ളേരെ പറ്റിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. മുസ്ലിമുള്ളവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു ഈവനിങ്ങൊക്കെ വന്ന് 150 രൂപയും കൊടുത്ത് കയറി ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതുപോലെ മ്യൂസിയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു. പക്ഷേ സൺസെറ്റ് അത് കിടുമായിരിക്കും കേട്ടോ. അതിപ്പോൾ എവിടുന്ന് കിട്ടിയാലും അടിപൊളി തന്നെയാണ്. സൺസെറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാം. അതുമാത്രമേ ഉള്ളൂ പറയാൻ. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ നമ്മൾ കയറിയ പ്രോപ്പർട്ടി ആട്ടോ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഇവിടെയും അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങോട്ടൊന്ന് അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗേറ്റിൽ. ഇവിടെ 200 രൂപ ഉള്ളൂ കേട്ടോ ഫൈന്. എല്ലാം 18% GST എക്സ്ട്രാ കേട്ടോ. അവിടെ 500 രൂപയാണ് ഫൈൻ. അത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ ബോർഡിൽ എഴുതി വെക്കുന്നത് കാണുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ടീമുകൾ ഇതുപോലെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പരിപാടികളും ഉണ്ട് ഇവിടെ. നമുക്ക് വന്ന് ഒരു ദിവസമൊക്കെ സ്റ്റേ ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ വ്യൂ പോയിന്റ് ഇട്ട് കേട്ടോ. മനുഷ്യരുടെ അവിടെ വണ്ടി സൈഡാക്കുന്നുണ്ട്. അവിടെ കണ്ടോ കിടിലൻ സൺസെറ്റ്. അതുപോലെ വിൻ്റർലൈൻ എല്ലാവരും കാണാൻ പറയുന്നത് വിൻ്റർലൈൻ അവിടെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. സൺസെറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ഫുള്ള് ക്ലിയർ ആവും. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ ഓരോരോ മലകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണാം. ഫുള്ള് ചുമല കണ്ടില്ലേ, പൊളി വ്യൂ ആട്ടോ. താഴോട്ട് നല്ല കുഴിയാണ്. ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വേസ്റ്റ് കിടക്കുന്ന കാണാം. ഈ ഒരു സൺസെറ്റ് മുസൂരിൽ വന്ന് മിസ് ചെയ്യാൻ പാടില്ല നിങ്ങൾ. സൺസെറ്റ് കാണാനായിട്ടാണ് ആൾക്കാർ ഈ മലയൊക്കെ കയറി ഇങ്ങോട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ നാനോ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളറുള്ള നാനോയും അപ്പുറത്തെ കളറും ഉണ്ടോ, ഒരു അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അതുണ്ട് പൊളി സംഭവം. നൈസായിട്ടോ സ്ഥലം, സൂപ്പറല്ലേ. പിന്നെ സൺസെറ്റാണ് ഹൈലൈറ്റ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിൻ്റർലൈനും വരും. കണ്ടില്ലേ, വിൻ്റർലൈൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അങ്ങേറ്റൊന്ന് കണ്ടോ. അതുപോലെ ഈ ക്ലൗഡിന്റെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മേഘത്തിന് അങ്ങനെ എന്താണ് സംഭവം? മേഘം ഇങ്ങനെ ഉരുണ്ട് കൂടുന്ന ഒരു നമ്മളിപ്പോ മേഘത്തിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതി പോലെ വരും. അത് ഓഗസ്റ്റ് ജൂലൈ മാസത്തിലാണ്. അപ്പോഴത്തേക്കിന് മേഘം ഇങ്ങനെ നമ്മള് അതായത് ഇങ്ങനെ നമ്മൾ തൊട്ടിൽ എന്നുള്ള രീതിയിൽ മേഘം വരും. ഇവിടെ ഫുള്ള് മേഘമായിരിക്കും. ഇവിടെ ഫുള്ള് മേഘമായിരിക്കും. ഓക്കെ. അപ്പോഴത്തേക്കും രാവിലെ സമയത്തും സന്ധ്യാ സമയത്തും ഉണ്ടല്ലോ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മേഘത്തിൽ കൂടെ ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്കുന്ന പോലെ മൊത്തം. നമ്മുടെ കേരളത്തിലും കിട്ടും ഇതുപോലത്തെ സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇപ്പം അതിൻ്റെ സീസൺ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ഇവിടെ മേഘമായിട്ട് കാണാമായിരുന്നു. അപ്പോൾ ദേ കറക്റ്റ് അവിടെ ഒരു ലൈൻ കാണാം കേട്ടോ. വിന്റർലൈൻ അതല്ലേ ലൈൻ? കറക്റ്റ് ആ ലൈൻ കാണാം, ഉണ്ടല്ലേ? ക്യാമറയിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാം. ഓക്കെ, അതാണ് വിന്റർലൈൻ. നമ്മുടെ സ്വിറ്റ്സർലാൻഡിലും ഇന്ത്യയിലും മുസൂരിയിലും മാത്രം കാണുന്ന സാധനം കേട്ടോ. ഇപ്പോഴാണ് കറക്റ്റ് കാണുന്നത്. നമ്മൾ ഇൻസ്റ്റയിൽ ലൈവ് വന്നൊരു വീഡിയോ ഉണ്ട്, അതിനകത്ത് നമ്മളിങ്ങനെ ഈ കറക്റ്റ് ലൈൻ കണ്ടിട്ടില്ലായിരുന്നു. അതിന് നമ്മൾ ഇവിടെ വന്ന ഫോട്ടോ കാണുന്നത്. പൊളി. ദേ ഇവിടുത്തെ സൺസെറ്റ് എന്ന് പറഞ്ഞാൽ അതെ അവിടെ വെച്ചിട്ട് സണ്ണ് തീരും കേട്ടോ. അതിൻ്റെ താഴോട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. മനുഷ്യട്ടന് എന്തുകൊണ്ടാണ് വിന്റർലൈൻ ഇവിടെ ഇങ്ങനെ കാണുന്നതെന്ന് അറിയോ? ഇവിടെ എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അത് അതിനെക്കുറിച്ച് നമ്മൾ പറയാണ്ടിരിക്കുന്നത് നല്ലത്. അത് ഞാനും ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ വെച്ചാൽ ഇവിടെ അറ്റ്മോസ്ഫിയറിലുള്ള ഡസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മൾ നോക്കിയപ്പോഴൊക്കെ നമ്മൾ കണ്ട ഇതാണ് ഇവിടുത്തെ ഒരു ജിയോഗ്രാഫിക്കൽ ഒരു പ്രത്യേകതയാണ്. ഇവിടുത്തെയും സ്വിറ്റ്സർലൻഡിലും മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇവിടെ അവിടെ മാത്രം വരുന്നത്. അത് ഏത് രീതിയിൽ പറയണമെന്ന് അറിയത്തില്ല. അത് ഇവിടെ അവിടെ മാത്രം വരുന്ന ഒരു ഫിനോമിനൻ ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്രയും അറിഞ്ഞാൽ മതി. ഇപ്പം നിങ്ങൾ ഇനി അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയണ്ട. നിങ്ങൾ ബാക്കി കാഴ്ച കണ്ടോ. ഇതിൻ്റെ മേലേക്ക് മാത്രമേ ഉള്ളൂ വെളിച്ചം. സൂര്യൻ്റെ അവിടെ വെച്ച് അവസാനിച്ചു. അതിങ്ങനെ അവിടുന്ന് എൻ്റെ ആയി പോവാണ്. അതിൻ്റെ താഴ്ഭാഗം കണ്ടോ. ഈ ഒരു ഡിഫറൻസാണ് ആ ഒരു എന്താ പറയുക വിന്റർലൈൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ആ ഒരു ഭാഗം മൊത്തം മിസ്റ്റ് കയറി മൂടി വരുന്നുണ്ട് കേട്ടോ. വെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സീനോട്ട്. ഇപ്പോൾ അത് തണുക്കാൻ തുടങ്ങി. ഞാൻ ഗ്യാപ്പൊക്കെ ഇട്ടു. തണുത്ത് വിറച്ച് ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്കൊരു കട്ടനടിച്ചില്ലേ പിന്നെ എന്താ അതിൻ്റെ സുഖം. മനുഷ്യട്ട് എന്തേ സ്റ്റൗവൊക്കെ എടുത്ത് സെറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് അതെ സൺസെറ്റ് മൊത്തം കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം. എല്ലാ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അത് തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഒരു ചായ അങ്ങനെ അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഒപ്പിട്ട് നമ്മളുടെ രീതിയിൽ ഒപ്പിട്ട് അത് തന്നെ അവസാനിപ്പിക്കണം. കുക്കിംഗ് നമ്മുടെ വീക്ക്നെസ് ആണ്. അത് തന്നെ. അത് നമ്മൾ ഒരു കട്ടനാണേലും കുഴപ്പമില്ല. അതെ ഇവിടെയൊക്കെ കണ്ടോ പല പ്രൈവറ്റ് പ്രോപ്പർട്ടികളുണ്ട്. അവിടെയൊക്കെ നോ ട്രസ്പാസിംഗ് എന്ന് പറഞ്ഞ ബോർഡൊക്കെ വെച്ചേക്കുന്ന കാണാം. നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പാടില്ല. അപ്പൊ നമ്മുടെ കട്ടൻ കാപ്പി റെഡി ആയിരിക്കുകയാണ്. കട്ടൻ കാപ്പി റെഡിയായി. ദേ അടിപൊളി. നമുക്ക് ഇന്ന് ദേ ഈ വ്യൂ കണ്ടിട്ട് കേട്ടോ ഇവിടെ ഇരുന്ന് പൊളി. അപ്പം എന്തായാലും മനീഷേട്ടാ അടിപൊളിയായിരുന്നു ഇന്നത്തെ ട്രിപ്പ്. നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടേതായാലും. എന്തായാലും പറയാനുണ്ടോ ഇനി? ഒന്നും പറയാനില്ല. സൂപ്പർ വ്യൂ. പവർ വരട്ടെ. ബാക്കിയൊക്കെ വീഡിയോയിൽ കാണുക. ബാക്കിയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുക. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പാവപ്പെട്ട അടിയന്റെ വീഡിയോ ഒന്ന് കാണുക. അതെ തന്നെ. ഇതിപ്പോ നമ്മുടെ രണ്ടുപേരുടെ ഒരേ കണ്ടന്റാ. അതെ, ഒരേ വീഡിയോ ആവട്ടെ. രണ്ടുപേരുടെ ചാനലിൽ കയറിയാൽ ഒരേതാ കാണുക. പക്ഷെ എന്നാലും കയറി കാണാൻ മൂപ്പറുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ അടുത്ത എന്താ പ്ലാന്? ചെറിയൊരു കുക്കിംഗ്. അടുത്ത് നമ്മൾ നാളെ നമ്മൾ ഉത്തരാഖണ്ഡിൽ നിങ്ങൾ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ കപ്പ പറിച്ച്, നമ്മൾ കപ്പയൊക്കെ നട്ടിട്ടുണ്ട്. നമ്മൾ നട്ടിരിക്കുന്ന കപ്പ നമ്മൾ പറിച്ച് നമ്മള് അത്ര മതി. അത്ര പറഞ്ഞാൽ മതി. ബാക്കി വേണ്ടല്ലേ? കപ്പയും ബീഫ് ഫുഡ് ആയാലോ അല്ലേ? ഒരു കപ്പ ബിരിയാണി നമ്മൾ ഞാനെന്തായാലും ഡൽഹി വിട്ടാൽ പിന്നെ കേരള ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്തായാലും മൂപ്പറുടെ പറമ്പിൽ കപ്പയുണ്ട്. നമുക്ക് കപ്പയും ബീഫ് ഫുഡൊക്കെ ആക്കാം. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. നല്ല തണുപ്പുണ്ട്. അപ്പോൾ ശരി.